ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ കുപ്പിയിൽ വെള്ളമായിട്ട് എങ്ങോട്ടാണ് പോകണമെന്നല്ലേ ഇതാണ് എൻ്റെ രാവിലത്തെ പരിപാടി. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് രാവിലെ തന്നെ നോക്കുന്നത് ഏതെങ്കിലും ഒരു ചെടിയിൽ പൂവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് കേട്ടോ. പുതിയതായിട്ടൊരു പൂവ് വന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ എനിക്ക് അന്നത്തെ ദിവസം ഫുള്ള് ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. പിന്നെ കൊഴിഞ്ഞു പോകുന്നത് വരെ അതിൽ തന്നെ ആയിരിക്കും എൻ്റെ കണ്ണ്. ഈ ചെമ്പരത്തി വാങ്ങിയിട്ട് കുറേ നാളായി കേട്ടോ. പക്ഷേ ഇതിലെപ്പോഴും മുട്ടുകളും എപ്പോഴും പൂവും ഉണ്ടാവും കേട്ടോ. എൻ്റെ ഗാർഡനിൽ ഏറ്റവും വലിയ പൂവ് തരുന്നത് ആരാണെന്ന് വെച്ചാൽ ഈ ചെമ്പരത്തി മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഗാർഡനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലോട്ടാണ് കേട്ടോ കിടക്കാറ്. ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളയപ്പവും ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ മസാല കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ എപ്പോൾ മസാലക്കറി ഉണ്ടാക്കിയാലും ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ പൂരിയുടെ ബെസ്റ്റ് കോമ്പിനേഷനാണല്ലോ ഈ മസാല. അതാണെങ്കിൽ കഴിച്ചിട്ടും കുറേ നാളായി. ഇനിയിപ്പോൾ വെള്ളയപ്പത്തിൽ അങ്ങോട്ട് ഒതുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. വെള്ളയപ്പമെങ്കിൽ വെള്ളയപ്പം. അങ്ങനെ മസാലക്കറിയൊക്കെ റെഡിയാക്കി ഇനി വെള്ളയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ടാണ് കേട്ടോ. നമ്മളിങ്ങനെ വെള്ളയപ്പമൊക്കെ കോരി ഒഴിച്ചത് ചുറ്റിച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ. എങ്ങനെയുണ്ട്? പെർഫെക്റ്റ് ആയില്ലേ? ആ പെർഫെക്ഷൻ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ വെള്ളയപ്പത്തിന്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പൊക്കി പറയുന്നതല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം കുടിക്കാനായിട്ട് ചായ ഇല്ലാണ്ട് എങ്ങനെയാണ്? അപ്പോൾ ഞാൻ ഒരു മസാല ചായ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി. ഈ മസാല ചായ കുടിക്കുമ്പോൾ പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കിത് ഉണ്ടാക്കി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ വെള്ളയപ്പം മസാലക്കറിയിലുമൊക്കെ കഴിച്ചിട്ട് ആ മസാല ചായയും കൂടെ ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ അന്തസ്സ്, ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റ ബൈ, സീ യു.